റിപ്പോർട്ടർ ബ്രേക്കിംഗ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയകൾ വൈകുന്നുവെന്ന് പരാതി. വാഹനമിടിച്ച് കൈയുടെ എല്ലുപൊട്ടിയെത്തിയ വയോധികന് ശസ്ത്രക്രിയയ്ക്ക് ഡേറ്റ് നൽകിയില്ലെന്നും സർജിക്കൽ ബ്ലേഡ്, നീഡിൽ തുടങ്ങിയവ പോലും പുറത്തുനിന്ന് വാങ്ങണമെന്ന് ആവശ്യപ്പെട്ടുവെന്നും ആരോപണം. ഡോക്ടർ ഹാരിസ് പറഞ്ഞത് തിരുവനന്തപുരത്തെ മാത്രം കഥയല്ല എന്നത് പ്രേക്ഷകർക്ക് മനസ്സിലായല്ലോ. കോഴിക്കോടുമുണ്ട് സമാനമായ സംഭവങ്ങൾ. പേരാമ്പ്ര പാലേരി സ്വദേശി കുഞ്ഞികൃഷ്ണൻ പിന്നാലെ സ്വകാര്യ ആശുപത്രിയെ സമീപിച്ചു. നിരവധി പേർ സമാന സാഹചര്യവുമായി മെഡിക്കൽ കോളേജിൽ ഉണ്ടെന്നാണ് കുഞ്ഞികൃഷ്ണന്റെ മകൻ റിപ്പോർട്ടറിനോട് പറഞ്ഞത്. അതേസമയം ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ കുറവ് മെഡിക്കൽ കോളേജ് അധികൃതർ സമ്മതിക്കുകയാണ്. ഉപകരണങ്ങൾ കുറവായതിനാലാകാം പുറത്തുനിന്ന് വാങ്ങാൻ ആവശ്യപ്പെട്ടത് എന്നാണ് വിശദീകരണം. നമുക്ക് ആ പ്രതികരണം ഒന്ന് കേട്ടുവരാം. ശസ്ത്രക്രിയ എപ്പം നടത്തുന്നുള്ള ഇവർ പറയുന്നില്ല. ഓരോ ടെസ്റ്റിന് ചെയ്തു അത് പുറത്തേക്കാണ് ഇവർ ചെയ്യുന്നത്. എല്ലാ ടെസ്റ്റും പുറത്തേക്ക് എഴുതുന്നത്. എന്താണ് അതിൻ്റെ കാരണം എന്നുള്ളത് ഇവർ പറയുന്നില്ല. അത് എല്ലാ രോഗികളുടെ അവസ്ഥ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത്. ആ വാർഡിലുള്ള ഒട്ടുമിക്ക രോഗികളും സ്ഥിതി ഇതാണ്. അപ്പോൾ ഇതിങ്ങനെയാകുമ്പോൾ ഇയാൾക്ക് നല്ല തലക്ക് നല്ല മുറിയുണ്ട്. ആ വേദന സഹിച്ചുകൊണ്ടാണ് ഇയാൾ നിൽക്കുന്നത്. ഇപ്പോൾ ശസ്ത്രക്രിയക്ക് ഇനിയും സാധനങ്ങൾ വേണ്ടി വരും എന്നാണ് പോലും പറയുന്നത്. അപ്പോൾ അതെല്ലാം പുറത്തുനിന്ന് വാങ്ങേണ്ട ഒരു അവസ്ഥയിലേക്കാണ് വരുന്നത്. സാധാരണക്കാരെ ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? അഭിജിത്ത് നമുക്കൊപ്പം ചേരുന്നുണ്ട്. അഭിജിത്ത് മുഴക്കുന്ന. ഗുഡ് മോർണിംഗ് അഭിജിത്ത്. ഹാരിസ് പറഞ്ഞത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ മാത്രം കഥയല്ല. കേരളത്തിലെ പല മെഡിക്കൽ കോളേജുകൾ എടുത്താലും സമാന സംഭവങ്ങൾ കാണാൻ നമുക്ക് സാധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് കുഞ്ഞികൃഷ്ണന് പറ്റിയത്? എന്താണ് ആശുപത്രി അധികൃതർ ചെയ്തത്? ഡോക്ടർ അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. വളരെ പാവപ്പെട്ട, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബമാണ് കുഞ്ഞികൃഷ്ണൻ്റേത്. അദ്ദേഹം 65-ാം വയസ്സിലും പത്രവിതരണം നടത്തിയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നത്. ഈ ചൊവ്വാഴ്ചയാണ് അപകടമുണ്ടായത്. അദ്ദേഹം പത്രവിതരണം ചെയ്ത് മടങ്ങുന്നതിനിടെ ഒരു വാഹനം ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ആദ്യം അദ്ദേഹത്തെ കുറ്റ്യാടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. പിന്നാലെ അവിടെ നിന്ന് നൽകിയ നിർദ്ദേശമനുസരിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ കൈക്ക് പൊട്ടുണ്ട്, സർജറി വേണം എന്ന് പറയുന്നത്. പക്ഷേ എപ്പോൾ ഈ സർജറി നടത്താൻ കഴിയും എന്നുള്ളൊരു ഉറപ്പ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു മറുപടി ആശുപത്രി അധികൃതർ ഇദ്ദേഹത്തിന് നൽകിയിരുന്നില്ല. ഇദ്ദേഹത്തിൻ്റെ വേദന സഹിക്കാൻ കഴിയാതെയാണ് ഇവർ നിരന്തരം ചോദിച്ചത് എപ്പോൾ ഈ സർജറി നടത്താൻ കഴിയുമെന്നുള്ളത്. പക്ഷേ ഇവർ അതിനൊരു വ്യക്തമായ മറുപടി നൽകിയില്ല. പിന്നാലെ ഒരു കുറിപ്പ് നൽകി. ആ കുറിപ്പിൽ പുറത്തുനിന്ന് വാങ്ങേണ്ട മരുന്നുകളുടെയും ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെയും ലിസ്റ്റാണ് ഉണ്ടായിരുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം അരുൺകുമാർ, സർജിക്കൽ ബ്ലേഡും നീഡിലും പോലും പുറത്തുനിന്ന് വാങ്ങണമെന്നാണ് ഈ മെഡിക്കൽ കോളേജ് അധികൃതർ ആവശ്യപ്പെട്ടത്. അതായത് അടിസ്ഥാനപരമായി ഒരു മെഡിക്കൽ കോളേജിൽ ഉണ്ടാകേണ്ട സാധനങ്ങൾ പോലും പുറത്തുനിന്ന് വാങ്ങേണ്ട ഒരു ഗതികേടിലേക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ് ശസ്ത്രക്രിയാ ഉപകരണങ്ങളൊക്കെ അതിൻ്റെ വിതരണമൊക്കെ വിതരണക്കാർ നിർത്തുന്നു എന്നുള്ളത്. ഏതായാലും ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ ഈ കുടുംബം ഒരു സ്വകാര്യ ആശുപത്രിയെ സമീപിക്കുകയാണ് ഉണ്ടായത്. വടക്കല്ലൂർ മെഡിക്കൽ കോളേജിൽ പോയാണ് അവർ ചികിത്സ തേടിയത്. ഏതായാലും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക്, ഇതുപോലെയുള്ള കുഞ്ഞികൃഷ്ണനെ പോലെയുള്ള കുടുംബങ്ങൾക്ക് പുറത്തുനിന്ന് ഈ ശസ്ത്രക്രിയ ചെയ്യുക എന്നുള്ളത് വളരെ പരിതാപകരമായ ഒരു അവസ്ഥയാണ്.